സംഭവിച്ചതിലേക്ക് വിശദമായി. ആദ്യ വാർത്ത, മൗനം വെടിഞ്ഞ് താരസംഘടന. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ താരസംഘടന അമ്മയിൽ ഭിന്നത. സിനിമാ മേഖലയിലെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമാണെന്ന ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖിന്റെ നിലപാട് തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി. ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ലൈംഗിക ചൂഷണത്തെ സാമാന്യവത്കരിക്കരുത് എന്നുമായിരുന്നു ജഗദീഷിന്റെ മറുപടി. കൊച്ചിയിൽ അമ്മയുടെ വാർത്താ സമ്മേളനം സിദ്ദിഖ് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വസതിയിൽ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. റിപ്പോർട്ടിലുള്ള അമ്മയുടെ പ്രതികരണം വൈകിയതിലെ ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണത്തെ തള്ളിയാണ് ജഗദീഷ് തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. സിദ്ദിഖ് നടത്തിയ ഓരോ വാദത്തിനും മറുപടി. സ്ത്രീകൾ അതിക്രമം നേരിടുന്നുവെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജഗദീഷ്. നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെ. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കരുത് എന്നായിരുന്നു സിദ്ദിഖിന്റെ അഭ്യർത്ഥന. എന്നാൽ ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെയെന്ന് ജഗദീഷ് തുറന്നടിച്ചു. കോൺക്ലേവിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞുമാറിയപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുത് എന്നും WCCയുടെ ആവശ്യം പരിഗണിക്കുമെന്നും ജഗദീഷ്. കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. എന്താണ് കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. വിയോജിപ്പുകളാണ് തുറന്നു പ്രകടിപ്പിച്ചതെങ്കിലും ജനറൽ സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്ന് പറഞ്ഞാണ് ജഗദീഷ് അവസാനിപ്പിച്ചത്. പിന്നാലെ സിദ്ദിഖ് വീണ്ടും മാധ്യമങ്ങളോട് താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി. 24 കൊച്ചി, തിരുവനന്തപുരം. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാകില്ലെന്ന് നടൻ സിദ്ദിഖ്. കഴിഞ്ഞ 40 വർഷമായി സിനിമയിലുള്ള തനിക്ക് മാഫിയയോ പവർ ഗ്രൂപ്പോ ഉള്ളതായി അറിവില്ല. പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർക്ക് പറയാമല്ലോ എന്ന് സിദ്ദിഖ് ചോദിച്ചു. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് ആര് സിനിമയിൽ അഭിനയിക്കണമെന്നും ആരെയൊക്കെ ഒഴിവാക്കണമെന്നതും തീരുമാനിക്കുന്നതെന്ന പരാമർശത്തിനെതിരെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റിയിൽ അങ്ങനെ മൊഴി നൽകിയവർ തന്നെ അത് ആരൊക്കെയെന്ന് വ്യക്തമാക്കണം. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി, ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്, ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. 2018 ഇരയായ നടിയുടെ പരാതി ലഭിച്ചിരുന്നുവെന്നും അന്ന് ആ പരാതി പരിഗണിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നും സിദ്ദിഖ് പറഞ്ഞു. ആ പരാതി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കും. ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നാണ്. പക്ഷെ അന്ന് ആ പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ഞാൻ ആ പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ച് അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുമ്പോഴും സംഘടനയ്ക്കുള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് എത്താതിരിക്കാനാണ് അമ്മ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വിശദീകരിച്ചത്. 24 കൊച്ചി. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു പീഡന ശ്രമത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര. മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണം ലഭിച്ച തനിക്ക് സംവിധായകനിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവം 24നോട് തുറന്നു പറയുകയായിരുന്നു അവർ. പരാതിക്കാരില്ലാതെ നടപടിയില്ലെന്ന് സർക്കാർ ആവർത്തിക്കുന്നതിനിടെയാണ് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ. This should have been done much before, because from the history of film, we know that people, mostly women, are exploited by and large. See the Me Too movement which had started, Harvey Weinstein. സിനിമാ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകൾ ചൂഷണത്തിനിരയാകുന്നുണ്ടെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. ബംഗാളി സിനിമാ മേഖലയിലെ ചിലർക്കെതിരെ നടത്തിയ അഭിപ്രായ പ്രകടനം മൂലം താനും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവവും അവർ പങ്കുവച്ചു. Even from your Malayalam film industry as well. Long back, I did get a call from someone
some email, or I don't know, I don't remember, a call or an email. And I was asked to travel to Kochi to work with Mammootty in a Malayalam film. വ്യക്തിപരമായ ചില പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് മലയാള സിനിമയിൽ നിന്ന് ക്ഷണം വരുന്നതെന്നും മമ്മൂട്ടിയെപ്പോലൊരു നടനൊപ്പം ജോലി ചെയ്യുന്നത് വലിയ കാര്യമെന്ന് തോന്നിയതുകൊണ്ടുമാണ് കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലേക്ക് താൻ എത്തിയതെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. തികച്ചും അപരിചിതമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്കായ തനിക്ക് ആ രാത്രിയിലുണ്ടായ ദുരനുഭവം ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞാണ് അന്ന് നടന്ന കാര്യങ്ങൾ നടി പങ്കുവച്ചത്. So I went inside with him. His bedroom was dark, and we went into the balcony, and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No. When he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ ആ നടിക്ക് ഒരു സംവിധായകന്റെ പെരുമാറ്റം സമ്മാനിച്ച അരക്ഷിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് അവർ നേരിട്ട് വിവരിച്ചത്. കണ്ടും കേട്ടുമറിഞ്ഞ് അഭിമാനത്തോടെ മലയാളത്തിൽ അഭിനയിക്കാനെത്തിയപ്പോഴുണ്ടായ ആ അനുഭവം ദൈവത്തിന്റെ സ്വന്തം നാടിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ കോറിയിട്ട മുറിവായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് ഷമ്മി തിലകൻ 24-നോട്. ഇരകൾ തെരുവിൽ ഇറങ്ങട്ടെ എന്നാണ് സർക്കാർ നിലപാട്. റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും സ്ത്രീക്കാണ് കുറ്റമെന്നായിരുന്നു ദീദി ദാമോദരന്റെ പ്രതികരണം. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് നടൻ ജി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവന്നത്. പരാതി പറയാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ ഷമ്മി തിലകൻ ഇരകൾ തെരുവിലിറങ്ങട്ടെ എന്നാണ് സർക്കാർ നിലപാടെന്നും കുറ്റപ്പെടുത്തി. മൊഴി കൊടുത്തവർക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാരിന്റെ ഒക്കെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഹോപ്പ്ലെസ്. ഇരകൾ നേരിട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നടക്കും. റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും സ്ത്രീക്കാണ് കുറ്റമെന്ന് ദീദി ദാമോദരൻ പ്രതികരിച്ചു. ഇരകൾ പരാതി നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പലരും വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര ലാഘവത്തോടെ ഒരാൾ സംസാരിക്കുമ്പം അതിൽ ഒളിച്ചു വെച്ച ഒരു പരിഹാസവും ആ പരിഹാസത്തിന്റെ ക്രൂരതയാണ് അതാണ് എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന തരത്തിൽ വീഡിയോ അപ്ലോഡായതിന് പിന്നാലെ നടൻ ജി കൃഷ്ണകുമാർ വിശദീകരണവുമായി രംഗത്തെത്തി. റിപ്പോർട്ടിനെ കുറിച്ചല്ല താൻ പറഞ്ഞത്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണം. റിപ്പോർട്ട് മോശം എന്നല്ല പറഞ്ഞു. റിപ്പോർട്ടിൽ എല്ലാം ഉണ്ട്. പക്ഷെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ശ്രീമതി ഹേമ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ ചിലയിടത്ത് ഒഴിവാക്കിയിരുന്നു. പക്ഷെ അവർ പറയാത്തത് പോലും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ എവിടെയൊന്നും നടക്കുന്നുണ്ട്. ഇതിനൊരു ഇച്ഛാശക്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആലോചിക്കുമ്പോൾ മുഖം നോക്കാതെയുള്ള നടപടി വേണമെന്ന ആവശ്യം സിനിമാ മേഖലയിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാരിന്റെ ഒളിച്ചുകളി. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കൂടുതൽ പേജുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കാൻ പറഞ്ഞെടുത്ത് 129 ഖണ്ഡികകളാണ് സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയത്. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഖണ്ഡിക അബദ്ധത്തിൽ പുറത്തുവന്നത് സർക്കാരിനെ വെട്ടിലാക്കി. 299 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 66 പേജുകൾ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അറിയിച്ചതിനേക്കാൾ 100-ലധികം ഖണ്ഡികകളാണ് അധികമായി ഒഴിവാക്കിയത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ മറികടന്നാണ് സർക്കാരിന്റെ ഈ നടപടി. അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗുരുതരമായ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഖണ്ഡികകളിൽ ഉണ്ടെന്നും വിമർശനമുണ്ട്. എന്നാൽ സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. നിയമപരമായി അല്ലാതെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും സർക്കാർ പറയുന്നു. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക പുറത്തായത് സർക്കാരിനെ വെട്ടിലാക്കി. 96-ാം ഖണ്ഡികയാണ് പുറത്തായത്. സിനിമയിലെ അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം എന്ന മൊഴി അവിശ്വസിക്കാൻ കഴിയില്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് പുറത്തായത്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് പ്രതിരോധം തീർത്ത് CPIM. റിപ്പോർട്ടിലെ ഒരു ഭാഗവും വെട്ടിമാറ്റിയിട്ടില്ലെന്നും പരാതിയില്ലാതെ കേസെടുത്താൽ നിലനിൽക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ മന്ത്രിമാർക്കിടയിലെ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സർക്കാരിനെ സംരക്ഷിക്കാൻ CPIM തന്നെ നേരിട്ട് രംഗത്ത്.
കേസെടുക്കുന്നില്ല എന്ന വിമർശനത്തിന് കോടതി പറയട്ടെ എന്ന മറുപടി. ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയെന്ന പരാതി തള്ളി. പൂഴ്ത്തിവെക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിയോ എന്നുള്ളതാണ്. സർക്കാർ ഒരു ഭാഗവും വെട്ടി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല, കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തലും ഉണ്ടായിട്ടുമില്ല. നിയമ നടപടിയെക്കുറിച്ചുള്ള മന്ത്രി KN ബാലഗോപാലിന്റെ പരാമർശത്തിൽ വിയോജിച്ച് മന്ത്രി K രാജൻ രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഓരോ മന്ത്രിമാരും ഓരോ പാർട്ടിയും പറയേണ്ട ഒരു ഘട്ടമായിട്ടില്ല. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ആ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. വേണ്ടത് കോൺക്ലേവ് അല്ല നടപടിയെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജ. ബന്ധപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് മുഖ്യമന്ത്രി അടക്കം ഇരുന്നു കൊണ്ട് ഇതിൽ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതിനെ കുറിച്ച് ആലോചന എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഈ സാംസ്കാരിക വകുപ്പിന്റെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നും ആവശ്യം. കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ഈ ഉത്തരവാദികളായ ആളുകളെ അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ഇരകൾക്ക് നീതി കൊടുക്കാതെ ഷിയാസെ കൊച്ചിയിൽ നമ്മൾ ഈ കോൺക്ലേവ് നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. റിപ്പോർട്ടിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. 24 തിരുവനന്തപുരം. കണ്ണൂരിൽ 2 പേർക്ക് നിപ ബാധയെന്ന് സംശയം. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പഴക്കടയിലെ തൊഴിലാളികളാണ് ഇരുവരും. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇവർ നിരീക്ഷണത്തിലാണോ? പരിശോധനാ ഫലം എപ്പോൾ എത്തും? അനുജ, നാളെയോടുകൂടിയും സ്രവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകം സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അധികം വൈകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. മട്ടന്നൂർ മാലൂർ സ്വദേശികളായ 2 പേരാണ് നിലവിൽ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇവർ കടുത്ത പനിയും ഛർദിയും ഒക്കെ ആയിരുന്നു. അതിനെ തുടർന്ന് മട്ടന്നൂരിലെ ഒരു ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. അവിടെ വെച്ച് തന്നെ നിപ രോഗലക്ഷണങ്ങൾ ഡോക്ടർമാർക്ക് സംശയം തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇരുവരെയും റഫർ ചെയ്യുകയും ചെയ്തു. പിന്നാലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇനിയിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള ഒരു സാധ്യത എന്നത് സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുക എന്നതാണ്. ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ആ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇവർ മട്ടന്നൂർ മാലൂർ സ്വദേശികളാണെങ്കിലും കണ്ണൂരിലെ ഒരു പഴക്കടയിലാണ് ജോലി ചെയ്യുന്നത്. പിതാവും മകനുമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സംശയമാണ് ഉള്ളത്. രോഗലക്ഷണങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഔദ്യോഗികമായി പരിശോധനാ ഫലം ലഭിക്കണം. കോഴിക്കോടിനും മലപ്പുറത്തിനും പിന്നാലെ കണ്ണൂരിലേക്ക് കൂടി ആശങ്ക കണ്ണൂരിൽ 2 പേർക്ക് നിപ ബാധയെന്ന ആശങ്ക. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കേരളത്തിൽ എത്തിക്കുന്നത് വൈകും. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ഇന്ന് കുട്ടിയെ കൈമാറില്ല. നടപടികൾ പൂർത്തീകരിച്ച് നാളെയായിരിക്കും മടക്കയാത്ര. ഇല്ല, ഇന്ന് ഏറ്റെടുക്കില്ല. മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കും. നടപടി പൂർത്തിയാക്കിയിട്ട് ടിക്കറ്റ് കൺഫേം ആവുന്ന മുറയ്ക്ക് കുട്ടിയെ കൊണ്ടുപോകും. നാളെ കൺഫേം നാളെ പോകും. ഇന്ന് യാത്രയില്ല. ഇന്ന് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് നോക്കും. നോക്കിയിട്ട് മറ്റ് നടപടി ടിക്കറ്റ് കൺഫേം ആയ ശേഷം നമ്മൾ കൊണ്ടുപോകും. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എന്ത് നടപടിക്രമമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്? ഇത് വൈകുന്നതിന്റെ കാരണം എന്താണ്? അനുജ, അല്പസമയം മുമ്പാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം, 4 സംഘം, 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കുന്ന സംഘം വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അവർ അല്പസമയത്തിനകം ഇപ്പോൾ നിലവിൽ കുട്ടിയുള്ള ഈ CWCയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തും. ഇന്ന് കുട്ടിയുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തീകരിക്കും. അതായത് കുട്ടിയെ അവിടെ നിന്നുള്ള പേപ്പറുകളൊക്കെ ഇവിടെ കൈമാറണം. അതിനുശേഷം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നാളെ ആയിരിക്കും കുട്ടിയെ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അതിനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ പോലീസിന് മടക്കയാത്രക്കുള്ള
ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി കുട്ടിയെ അവർ എന്തായാലും സ്വീകരിക്കില്ല. നാളെ രാവിലെ ഇന്ന് നടപടിക്രമങ്ങൾ ഇന്ന് രാത്രി തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്ന ശേഷം ഇവിടുന്ന് അത് പൂർത്തീകരിക്കും. നിലവിലിപ്പോൾ ഈ CWC കേന്ദ്രത്തിലെത്തിയാൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നാളെ കുട്ടിയെ ഏറ്റെടുത്തതിന് ശേഷം നാളെ ആയിരിക്കും മടക്കയാത്ര ഉണ്ടാവുക എന്നതാണ് നിലവിലിപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. JNU സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. 24 റിപ്പോർട്ടർ R. അച്യുതൻ, ക്യാമറാമാൻ മോഹൻകുമാർ അടക്കം നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരുക്ക്. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ സാമ്പത്തിക ക്രമക്കേട് കേസുകൾ CBIക്ക് കൈമാറി കാൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ മുഴുവൻ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും CBIക്ക് കൈമാറണമെന്ന് കോടതി. മാസപ്പടി കേസിൽ നിർണായക ഉത്തരവുമായി ഡൽഹി ഹൈക്കോടതി. CMRLനെതിരായ SFIO അന്വേഷണം തുടരാമെന്ന് കോടതി. ആലുവ UC കോളേജിൽ അധ്യാപകനെതിരെ വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ഷെറി ജേക്കബിനെതിരെയാണ് പരാതി നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട മെമ്മോറാണ്ടത്തിന്റെ ആദ്യ ഭാഗം സമർപ്പിച്ചു. പുനരധിവാസത്തിന് കൂടുതൽ പണം ആവശ്യമെന്ന് ചീഫ് സെക്രട്ടറി V. വേണു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സീൽ ചെയ്ത മുദ്രവച്ച കവറിൽ കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഒഴിവാക്കപ്പെട്ട പേജുകൾ കാരണം സിനിമാ മേഖല ഒന്നടങ്കം തെറ്റുകാരെന്ന് വിലയിരുത്തപ്പെടുന്നുവെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.